ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ പൊന്നാനി കണ്ണൂരിലുള്ള ഒരു ഫ്ലവർ ഷോ കാണാൻ വന്നിരിക്കുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഒരു ഇൻട്രോ ഇല്ലാത്തത്. അപ്പോൾ എനിക്കിങ്ങനെ വീഡിയോ എടുക്കുന്നൊരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ എടുക്കാൻ തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഫുള്ള് കണ്ടോ ഫ്ലവേഴ്സാണ്, പല നിറത്തിലുള്ള പല തരത്തിലുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയായിരുന്നു കണ്ടോ. ഈ ഒരു ഊഞ്ഞാലിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ടിക്കറ്റ് പ്രൈസ് വരുന്നത് 100 രൂപയാണ് കേട്ടോ ഒരാൾക്ക് വന്നിട്ട്. അപ്പോൾ കണ്ടോ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഹാർട്ട് പോലത്തെ ഷേപ്പ് അതൊക്കെ അടിപൊളിയായി. നമുക്ക് കുറേ ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ. അങ്ങനെ എന്താ അവിടെ നിന്ന് നമ്മൾ നേരെ കയറുമ്പോൾ ഒക്കെ ഉണ്ടോ ഇവിടെ കുറേ ബേഡ്സും അതേപോലെ തന്നെ ഇങ്ങനെ ലവ് ബേഡ്സും അങ്ങനെ ഉള്ള സ്ഥലത്തേക്കാണ് കേട്ടോ കയറുന്നത്. അടിപൊളിയായിരുന്നു, ഇവിടെയും അടിപൊളിയായിരുന്നു. കുറേ നല്ല അടിപൊളി ലവ് ബേഡ്സ്, പല തരത്തിലുള്ള ലവ് ബേഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഈ കോഴിയൊക്കെ ഉണ്ടല്ലോ, കോഴിയൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിട്ട്. ഇങ്ങനെ വേറെ തരത്തിലുള്ള നിറത്തിലുള്ള കോഴികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ ഒരു കോഴി അതവിടെ പോണ്. പിന്നെ അങ്ങനെ അമ്മയ്ക്ക് ഇവിടെ ലവ് ബേഡ്സ് ഇങ്ങനെ ഇരിക്കുന്ന കാണിച്ചു കൊടുക്കുകയായിരുന്നു. കണ്ട അടിപൊളി, കണ്ട ഒരു കോഴി അവിടെ നിന്ന് നടന്നു പോണ കണ്ട അതേപോലെ ആയിരുന്നു. പിന്നെ ഇതെന്താ, ഇതിന് പഞ്ചവർണ്ണ തത്ത എന്നാണോ പറയുന്നത് എനിക്ക് അറിയില്ല, ഇതിൻ്റെ പേര് എനിക്കങ്ങനെ അറിയില്ല. പിന്നെ അവിടെ നിന്ന് പോയ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഡ്രസ്സിന് കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് അത്ര നോക്കിയില്ല. പിന്നെ അവിടെ കുറേ അടിപൊളി കണ്ടു, അങ്ങനെ അടിപൊളി കമ്മൽ കളക്ഷൻ ഉണ്ടായിരുന്നു. അയ്യോ, പിന്നെ കുറേ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കണ്ടു അടിപൊളിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷെ അതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഇവിടെ മിഠായികളായിരുന്നു. ഒന്നിനൊക്കെ 30 രൂപയും രണ്ടെണ്ണടുത്ത് 50 രൂപ അങ്ങനെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ പോയ കുറേ അടിപൊളി സ്പ്രിംഗ് പൊട്ടാറ്റോൻ്റെ പാനിപ്പൂരി അങ്ങനെ അടിപൊളി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗാനമേളയ്ക്ക് പിന്നെ അത്ര വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ഞങ്ങൾ കഴിയാനാവുന്ന 2 ദിവസം മുമ്പൊക്കെയാണ് ഇത് കാണാൻ പോയത്. അതുകൊണ്ട് തന്നെ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ യന്ത്രൂഞ്ഞാലിലൊക്കെ കയറി. പിന്നെ കണ്ടോ അങ്ങനെ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. അത്ര വലിയ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ 3D ആയിട്ടുള്ള ഒരു ഇതിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് ചെറിയ ചെറിയ വീഡിയോസ് ഇത്രയുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ ബൈ.